നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ പാചകക്കാരനെ ജോലിക്ക് വെച്ചത് ആരാ? നീയല്ലേ? നിങ്ങളിങ്ങനെ പരസ്പരം വഴക്കുണ്ടാക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിക്കേ. ഗോപാലേട്ടൻ ഇതിനെ കുറിച്ച് അറിഞ്ഞാ എനിക്കാ ചീത്ത കിട്ടുക. ആ ചെക്കന്റെ വീട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ആക്കാതെ ഇതുവരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു കുട്ടിയുടെ ജീവന്റെ വിഷയം. നാട്ടുകാരും കോടതിയും മീഡിയ ഒക്കെ ഇത് ഏറ്റെടുക്കും. കൂടുതൽ ആളുകൾ അറിയുന്നതിന് മുന്നേ എന്തെങ്കിലും കൊടുത്ത് ആ ചെക്കനെയും കുടുംബത്തിനെയും അങ്ങ് സെറ്റിൽ ചെയ്ത് വിട് സഞ്ജു. അതിന് ശ്രമിക്കാഞ്ഞിട്ടല്ല, നമ്മുടെ വക്കീലന്മാർ അവരെ കണ്ടു. എന്തെങ്കിലും നക്കാപ്പച്ചു കൊടുത്ത് പരാതി ഇല്ലെന്ന് എഴുതി വാങ്ങാൻ നോക്കിയതാ. അപ്പോഴാ അവരുടെ വക്കീൽ ഇടപെട്ട് എല്ലാം കുളമാക്കിയത്. ഈ നാട്ടില് നമ്മളെ എതിർക്കാനും മാത്രം ധൈര്യമുള്ള വക്കീൽ ആരാ? മുകുന്ദനുണ്ണി. അവനെ ഞാനൊന്ന് നേരിട്ട് കാണുന്നുണ്ട്. നന്നായി ഒന്ന് വിരട്ടിയാൽ അവൻ നമ്മുടെ വഴിക്ക് വരും. നീ അങ്ങനെ മണ്ടത്തരം ഒന്നും കാണിക്കരുത്. മുകുന്ദൻ എന്തെങ്കിലും പറ്റിയാലേ ഗിരി ചോദിക്കാൻ വരും. അവരത്ര നല്ല കൂട്ടുകാരാണെന്ന് നിനക്കറിയാലോ. നീ ആദ്യം ഗിരിയോടൊന്ന് സംസാരിക്ക. അവൻ മുകുന്ദനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളും. ഗിരി വഴി കാര്യങ്ങൾ നീക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇല്ലെങ്കിൽ റിസ്ക് ആണ്. എനിക്ക് നിന്റെ ഉപദേശത്തിന് ആവശ്യമൊന്നുമില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ അവനെ വിളിച്ചിട്ട് വേണം അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അവന് കിട്ടാൻ. എന്നാലല്ലേ എന്നെ ഡാഡിയുടെ മുന്നിൽ നിനക്കൊരു കഴിവുകെട്ടനായിട്ട് കാണിക്കാൻ പറ്റൂ. നീ കഴിവുകെട്ടവനാണെന്ന് തെളിയിക്കാനേ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അച്ഛനത് നേരത്തെ തന്നെ അറിയാം. സഞ്ജു വേണ്ട. നിന്റെ ഗിരിയുടെ സഹായം ഇല്ലാതെ ഞാൻ ഈ പ്രശ്നം പരിഹരിച്ച് കാണിച്ചു തരാം. നീ അവൻ പറഞ്ഞൊന്ന് കാര്യാക്കാൻ നിൽക്കണ്ട. അവന് നിന്റെ അത്രയും ബുദ്ധിയില്ലാത്തതിന്റെ അസൂയാണ്. അവനെല്ലാം കൂടുതൽ വഷളാക്കിയിട്ട് വരും. ചാച്ചു നോക്കിക്കോ. ഇവര് പരസ്പരം വഴക്കുണ്ടാക്കുന്ന നിർത്തിയില്ലെങ്കിൽ ഗോപാലേട്ടൻ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? നീയായിരുന്നോ? എന്താ സഞ്ജയ്, വണ്ടി ഇടിച്ചു കൊല്ലാനുള്ള വല്ല പരിപാടിയാണോ? അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നെങ്കിൽ വക്കീലിപ്പോ തീർന്നാനെ. നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനില്ലേ, അതങ്ങ് തീർക്കാമെന്ന് കരുതി. അതിനെന്തിനാടോ ഈ വഴി തടഞ്ഞുള്ള ഷോയൊക്കെ? ഒന്ന് ഫോൺ ചെയ്താ പോരായിരുന്നോ? ഇല്ലെങ്കിൽ എന്റെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ വന്നാ പോരായിരുന്നോ? അങ്ങനെ നിന്റെ അടുത്തൊരു ആവശ്യത്തിന് ഞാൻ വന്നെന്ന് നാട്ടുകാരറിഞ്ഞാല് അവരുടെ മുമ്പിൽ എന്റെ ഡാഡിയുടെ തല താഴും. അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടോ, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. നാളത്തേക്കുള്ള 2 കേസുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. സഞ്ജയ്, വേഗം കാര്യം എന്താന്ന് പറ. കാര്യം എന്താന്ന് തനിക്കറിയില്ലേ? എന്റെ ഹോട്ടലിനെതിരെ താൻ കൊടുത്ത പരാതി പിൻവലിക്കണം. പരാതി കൊടുത്ത ഞാനല്ലല്ലോ. നിങ്ങളുടെ ഹോട്ടലിലെ വൃത്തികെട്ട ഭക്ഷണം കഴിച്ച ആശുപത്രിയിലായ ഒരു പയ്യന്റെ അച്ഛനും അമ്മയല്ലേ? നീ മുന്നിൽ നിൽക്കുന്നുള്ള ധൈര്യത്തിലല്ലേ അവർ ഈ കളിയൊക്കെ കളിക്കുന്നത്. നീ പിന്മാറിയാൽ അവരുടെ ധൈര്യമൊക്കെ ചോർന്നു പോകും. എന്തിനാ വെറുതെ ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്? അവര് വലിയ ആളുകളൊന്നും അല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്ത് ഒതുക്കാം. എന്നാലും ആ ഹോട്ടലിലെ ഭക്ഷണം നന്നാക്കാന്ന് നീ പറയരുത്. ഇനിയെങ്കിലും അവിടുത്തെ ഭക്ഷണം കഴിച്ച് ആരും അസുഖം വന്ന് ആശുപത്രിയിലാവരുതെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലേ? എന്താണ് ഇത്? എന്റെ കക്ഷിയുടെ കേസിനെ നല്ല ബലമുണ്ട്. അതുകൊണ്ട് തന്നെയാ ഞാൻ ആ കേസ് എടുത്തത്. നിന്നെ ആ പയ്യന്റെ അച്ഛനും അമ്മയും തിരഞ്ഞെടുത്തതാണെന്നാണോ നീ വിചാരിച്ചത്? ബാക്കി വക്കീലന്മാർക്ക് നല്ല ബുദ്ധിയുണ്ട്. എനിക്കെതിരെ കേസ് ഫയൽ ചെയ്താൽ എന്താ ഉണ്ടാവുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നീ മാത്രമാണ് ഒന്നും അറിയാതെ ഈ കേസ് ഏറ്റെടുത്തത്. നിന്നെ അപ്പ തന്നെ ഇടിച്ചു കൂട്ടേണ്ടതായിരുന്നു. പിന്നെ ഗിരിയെ ഓർത്തിട്ടാ നിന്നെ ഞാൻ വെറുതെ വിട്ടത്. അണ്ണാ, വലിയ ഉപകാരം. ഞാനേ പേടിച്ചു പോയി. എടാ ചെക്ക,
ഞാൻ ഈ വക്കീലിന്റെ കുപ്പായിട്ട് അന്ന് തീരുമാനിച്ച നിന്നെ പോലത്തെ അമ്മരെ പേടിക്കൂലെന്ന്. ഈ കേസ് കൈ കിട്ടിയപ്പോ തന്നെ FIR ഫയൽ ചെയ്ത് പോലീസിനോട് നടപടിയെടുക്കാൻ ഞാൻ പറഞ്ഞേനെ. ഞാനത് ചെയ്യാത്തത് ഗിരിക്ക് നിന്റെ കുടുംബത്തോടുള്ള ബന്ധോർത്തോണ്ട് മാത്രം. ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിലേ നീ ഇപ്പൊ സ്റ്റേഷന്റെ സെല്ലിൽ അണ്ടർവെയറിൽ നിൽക്കുന്നുണ്ടായനടാ. എടോ, വെറുതെ ഭീഷണിപ്പെടുത്തി സമയം കളയാതെ കേസ് സെറ്റിൽ ചെയ്യാൻ നോക്ക്. ആ പയ്യനും കുടുംബത്തിനും ആശുപത്രി ചെലവുകൾക്ക് മീതെ മാന്യമായിട്ടൊരു തുക നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം. പിന്നെ ആ ഭക്ഷണം ഉണ്ടാക്കിയ പാചകക്കാരനെ പിരിച്ചുവിടണം. ഒരു ഫുഡ് ഇൻസ്പെക്ടറെ കൊണ്ട് നിങ്ങളുടെ ഹോട്ടൽ പരിശോധിപ്പിക്കണം. ഇത്രയുമാണ് എന്റെ കക്ഷിയുടെ ആവശ്യം. ഇതൊക്കെ വേഗം ചെയ്താലേ ഞാൻ കേസ് ഫയൽ ചെയ്യുന്നില്ല. നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാ നിനക്ക് മാത്രമല്ല നിന്റെ കക്ഷിക്കും പ്രശ്നം ഉണ്ടാവും. ആശുപത്രിയിൽ കോമയിൽ കിടക്കുന്ന ചെറുക്കനെ എനിക്ക് തീർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിനക്ക് കാണണോ? നീ എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. എടാ, നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? ഒരു കുട്ടിയോട് ഇത്രയും ക്രൂരത കാണിക്കാൻ നിനക്ക് പറ്റുമെന്ന് എനിക്കറിയാം. നിനക്ക് നിന്റെ അച്ഛന്റെ അതേ സ്വഭാവം കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ, എന്റെ കക്ഷികൾക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ ഹോട്ടൽ പൂട്ടിക്കുന്നുണ്ടെന്ന് ഞാൻ നിർത്തില്ല. നിന്റെ കുടുംബത്തെ മുഴുവൻ ഞാൻ ജയിലടപ്പിക്കും. ഇവിടുത്തെ നിയമത്തിന് എന്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റത്തില്ലടാ. എനിക്ക് ഈ നാട്ടിലെ നിയമത്തിലെ നല്ല വിശ്വാസമുണ്ട്. ആ വഴിക്ക് നിന്നെ ശിക്ഷിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ഇനി ഇതേപോലെ വഴി തടഞ്ഞു നിർത്തി വല്ല ഷോ കാണിക്കാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് വേണ്ട. IPC 339, IPC 503 വഴി തടയലും ഭീഷണിപ്പെടുത്തലും രണ്ടുമല്ല അകത്തിടക്കുള്ള വകുപ്പുണ്ട്. അപ്പോ നോക്കി കണ്ടുമൊക്കെ കളിച്ചാലേ മോന് കൊള്ളാം. മനസ്സിലായോ? പോട്ടെ. എന്താ എടാ, നീ മുകുന്ദനെ കണ്ടോ? കണ്ടു. എന്നിട്ട് അവൻ നമ്മളോട് സഹകരിക്കോ? ഇല്ല, അവന്റെ അഹങ്കാരം ഒന്ന് കാണണമായിരുന്നു. അഷ്ടിക്ക് വകയില്ലാത്തവർക്ക് കാശുകാരോട് ഒരു ചൊറിച്ചുണ്ടാവില്ലേ? അതാണ് അവനുള്ളത്. എങ്ങനെയെങ്കിലും ആ ഹോട്ടൽ പൂട്ടിക്കണം എന്നതാണ് അവന്റെ ലക്ഷ്യം. ശാലിനി പറഞ്ഞതുപോലെ ഗിരിയെ കൊണ്ട് അവനെ വിളിപ്പിച്ചൊന്ന് സംസാരിപ്പിച്ചാലോ? അവൻ പറഞ്ഞ മുകുന്ദൻ കേൾക്കും. സമ്മതിച്ചു. പക്ഷെ ഗിരി പറഞ്ഞിട്ടാണ് മുകുന്ദൻ ഈ കേസ് ഏറ്റെടുത്തെങ്കിലോ? മുകുന്ദനെ കൊണ്ട് ആ ഹോട്ടൽ പൂട്ടിപ്പിച്ചാൽ പിന്നെ ഞാൻ ഡാഡിയുടെ മുമ്പിൽ ഒരു തോൽവിയാവുമല്ലോ. പിന്നെ ആ ഹോട്ടലും കൂടി ഏറ്റെടുത്ത് നടത്താനായിരിക്കും അവന്റെ പ്ലാൻ. ഗിരി ഗോപാലേട്ടനെ ചതിക്കോടാ? ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല ചാച്ചു. കുറെ കാലം ഡാഡിയുടെ പിറകെ കൈയും കെട്ടി നിന്നവനല്ലേ. ഇപ്പൊ അവന് മുന്നിൽ വന്ന് നിൽക്കണമെന്ന് തോന്നി കാണും. ഈ മുകുന്ദൻ അങ്ങനെ കാശുള്ള കുടുംബത്തിലെ ഒന്നും അല്ലെന്നല്ലേ നീ പറഞ്ഞത്? കുറച്ച് കാശ് കൊടുത്ത് ഒതുക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ അതിന് ശ്രമിക്കാഞ്ഞിട്ടല്ല, അവനതിന് സമ്മതിക്കണ്ടേ. അവൻ ഭയങ്കര വാശിക്കാരനാ. പോരാത്തതിന് കക്ഷികളോട് ഒടുക്കത്തെ കൂറും. നമ്മുടെ വഴിക്ക് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവനെ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കി. ഒരു കാര്യം ഉണ്ടായില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സഞ്ജു? ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവനെ അങ്ങ് തൂക്കണം.